പ്രമുഖ തബലിസ്റ്റായ ശ്രീ ഇങ്കാച്ചൻ അവറുകളാണ്. അദ്ദേഹത്തെ നമ്മളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ശ്രീ ഇങ്കാച്ചൻ, താങ്കളുടെ തബല ജീവിതം എപ്പോഴാണ് ആരംഭിച്ചത്? തബല ജീവിതം ചെറുപ്പത്തിൽ തന്നെ ജന്മസിദ്ധമായിട്ട് വാസന ഉണ്ടായിരുന്നു. അതിനുശേഷം വിദ്യാഭ്യാസം കഴിഞ്ഞ് ഹൈറേഞ്ചിലേക്ക് കയറുന്നു. ഹൈറേഞ്ചിൽ വന്നാണ് ഇതിനോട് കൂടുതൽ അടുപ്പം തോന്നിയത്. ഒപ്പം പല പ്രോഗ്രാമിനെ കൂടിയിട്ടുണ്ട്, പഠിക്കാതെ തന്നെ വായിച്ചിട്ടുണ്ട്. ഗാനമേളകൾ ഒക്കെ ചെയ്തിട്ടുണ്ട്? ഗാനമേള ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗാനമേള. പിന്നെ മറ്റു പ്രോഗ്രാമുകൾ? 12 ഗാനമേളയ്ക്ക് ചെയ്തിട്ടുണ്ട്. കൂടിയിട്ടുണ്ട്. പ്രമുഖ കലാസാന്ദ്ര കൊച്ചി ബാനറിൽ ചെയ്തിട്ടുണ്ട്. ഒപ്പം റേഡിയോ നിലയത്തിൽ തിരുവനന്തപുരത്ത് ബാലലോകം, മഹളാലയം അങ്ങനെയുള്ള പ്രോഗ്രാമിന് കുട്ടികളെ സംഘടിപ്പിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തബല വായന ഇതൊരു കലാരൂപമാണ്. ഈ കലാ ജീവിതത്തിൽ ഏതൊക്കെ തരത്തിലുള്ള രസകരമായ അനുഭവങ്ങൾ വല്ലതും ഉണ്ടായിരുന്നു? ഉണ്ട്. കാരണം പഠിക്കാതെ ഞാൻ വായിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ അധ്യാപകൻ, ഞാൻ ദക്ഷിണ വെച്ച എൻ്റെ അധ്യാപകൻ അടുത്ത് പുള്ളിക്ക് എതിരെ ഞാൻ വായിച്ചിട്ടാണ് ഞാൻ ദക്ഷിണ വെക്കുന്നത്. അതൊരു എൻ്റെ രസകരമായ വായന. അത് 80 പുള്ളിയായിട്ട് ഞങ്ങളടുത്ത് സംസാരിച്ച് 80 തബല വായന ആരംഭിക്കുന്നത്. അന്ന് അദ്ദേഹത്തിന് എതിരാണ് ഞാൻ വായിച്ചത്. അത് നല്ല കാര്യമാണ്. അദ്ദേഹത്തിനെതിരെ വായിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ദക്ഷിണ വെച്ച് നമ്മൾ പഠിച്ചു. ഈ തബല വായിക്കണം എന്നുള്ളൊരു മോഹം ഏത് പ്രായം തൊട്ടുണ്ടായിരുന്നു? തബലയെക്കുറിച്ചൊരു മോഹം തോന്നിയത് 1979 ഇതിനോടൊരു ഇത് പഠിച്ചില്ലെങ്കിൽ വായിക്കാൻ പറ്റുകയില്ല എന്നുള്ളൊരു ബോധ്യം കിട്ടിയത്. അതിനുശേഷം ഞാൻ ദക്ഷിണ വെക്കാൻ പോന്നു. കലാഭവൻ മോഹനൻ, പുള്ളി താമസിക്കുന്ന വെള്ളത്തോലിലാണ്. അദ്ദേഹമായിട്ട് ദക്ഷിണ വെച്ചാണ് പിന്നീട് പഠിച്ചത്. ഈ കലാകാരന്മാരൊക്കെ പറയാറുണ്ട്, ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ചാണ്, ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് ഇത്രയും വളർന്നു വന്നതെന്ന്. അപ്പോൾ ഇങ്കാച്ചനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അനുഭവങ്ങൾ ഉണ്ട് മത്തുക്കുട്ടി. 1980 ജൂലൈ 3 ഞാൻ തബല പഠിക്കാൻ വെള്ളത്തോലിൽ പോകുന്നു. എൻ്റെ അധ്യാപകനെ കണ്ടു. അന്ന് ദക്ഷിണ വെച്ച് തുടങ്ങി 5 വർഷക്കാലം തുടർച്ചയായിട്ട് ഞാൻ പോയി അവിടെ പഠിക്കാൻ. പോകുന്നതിൻ്റെ സാഹചര്യം പെരിഞ്ചാംകുടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കമ്പളികണ്ടത്ത് വരണമെങ്കിൽ 12 കിലോമീറ്റർ ഉണ്ട്. കമ്പളികണ്ടം സൗത്തിലാണ് വന്ന് ബസ് വരുള്ളൂ. അപ്പോൾ 12 കിലോമീറ്റർ നടന്നാണ് തബല പഠിക്കാൻ പോകുന്നത്. അവിടുന്ന് വെള്ളത്തോലിൽ ചെന്നിട്ട് ചെല്ലിയാമ്പാറ എന്ന സ്ഥലത്ത് പുള്ള വീട്ടിൽ കയറി ചെല്ലണം പഠിക്കണമെങ്കിൽ. അങ്ങനെ തിരിച്ച് വരുമ്പോഴും ആ 12 കിലോമീറ്റർ നടന്നാണ് വീട്ടിലെത്തുന്നത്. അങ്ങനെ പഠിച്ച ആ അക്ഷരങ്ങളാണ് ഇന്ന് നമുക്ക് മുതൽക്കൂട്ടായിട്ട് ഞാനിവിടെ ഇരിക്കുന്നത്. കലാകാരന്മാർ ഏതു നേരത്തും ഏറ്റവും കൂടുതൽ പുറത്ത് വരുന്നത് ഈ ഓണക്കാലം ഒക്കെയാണല്ലോ. അപ്പോൾ ഇങ്കാച്ചനെ സംബന്ധിച്ച് ഈ ഓണക്കാലത്ത് എന്തെങ്കിലും കലാജീവിതവുമായിട്ട്, കലാഫീൽഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഓണക്കാലത്ത് കുറേ പ്രോഗ്രാമിന് ഞാൻ പങ്കെടുത്തു. നമ്മുടെ മാത്തുക്കുടി സാറിനെ കൊടുത്തില്ല. കാരണം തിരുവനന്തപുരത്ത് ARൽ പോയ അത് രസം പരിപാടിയായിരുന്നു. കാരണം ഒത്തിരി വായിക്കാനും ഉണ്ടായിരുന്നു, പഠിക്കാനും ഉണ്ടായിരുന്നു. പഠിച്ച് വായിച്ച്, കാരണം കുട്ടികൾ സ്റ്റുഡിയോയിലും എല്ലാം ഒരു ഹരമായി തീർന്ന ഒരു അവസരമായിരുന്നു ഓണക്കാലം. അങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു രസം എടുത്ത് പറയാനില്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്കൊരു രസം തോന്നിയ കാര്യം പറയാം. നമ്മുടെ നാട്ടിൽ 80കളിൽ കടുവാകളി പരിപാടി നടക്കും. അപ്പോൾ ഒരു കുടവയറിനെ
മാവേലിയാക്കും, ഒരാൾ കടുവയാകും. കടുവാകളി മാവേലിയൊക്കെ ആയിട്ട് നടന്ന് സിറ്റിയിൽ കൂടെ ഒരു ഘോഷയാത്ര പോലെ പോകാറുണ്ട്. അപ്പോൾ ഈ കടുവയും മാവേലിയും ഇടയ്ക്കിടയ്ക്ക് ഈ പോഷകാഹാരം എന്ന നിലയ്ക്ക് ചെറുത് അടിച്ചുകൊണ്ടിരിക്കും. വൈകിട്ടായപ്പോഴത്തേനും കടുവയും മാവേലിയും കൂടെ ലൈബ്രറിയുടെ താഴെ ഒരു 6-6:30 കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് അങ്ങനെ ഒരു അനുഭവം. ഇങ്കാച്ചൻ ചേട്ടൻ്റെ കലാജീവിതത്തിൽ എന്തെങ്കിലും മാനസികമായ വേദനകൾ അനുഭവപ്പെട്ട സംഭവമാണ്? വർഷങ്ങൾക്ക് മുമ്പ് അതിമനോഹരമായ തബല വായിക്കുന്ന ഒരാളുമായിട്ടാണ് ഞാൻ ആദ്യമേ പരിചയപ്പെടുന്നത്. ഞാൻ തബല കെട്ടാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് അവർ പാട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ തബല കെട്ടുന്ന മാസ്റ്റർ ഈ പാട്ട് സംഗീതം പകരുന്ന ആളോട് പറഞ്ഞു, അദ്ദേഹം ഒരു തബലിസ്റ്റാണ്, അയാളൊരു അറിയാൻ മേലാത്ത തബലക്കാരനാണ്. പുള്ളി ചേർത്തത് ഒരു മാട്ട എന്നാണ് പുള്ളി സംഭാവന ചെയ്തത്. അപ്പോൾ ഞാൻ അറിയുന്നില്ല, ഞാൻ ഈ കമ്പോസ് ചെയ്യുന്ന പാട്ട് പഠിച്ച് രാമനെക്കുറിച്ചൊരു പാട്ടാണ് ദേശീയരാഗത്തിൽ. ആ പാട്ട് ഞാൻ പഠിച്ചു. രാത്രി 2 മണി സമയമായി. ഈ പാട്ട് പഠിച്ചതിന് ശേഷം ഗോപി എന്നാണ് ആ സംഗീതം പാടുന്ന ആളുടെ പേര്. രചനയും സംഗീതവും ആ ഗോപിച്ചേട്ടൻ തന്നെയാണ് നിറവേറ്റുന്നത്. അതിനുശേഷം എന്നോട് പറഞ്ഞു, ഇവിടെ താനും തബല വായിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാസ്റ്ററെ, രാഗത്തിന് വായനയുണ്ട്, രാഗത്തിൻ്റെ വായന അറിയത്തില്ല. എൻ്റെ കയ്യിൽ കുറേ അക്ഷരങ്ങളിരിപ്പുണ്ട്, അത് ഞാൻ പ്രയോഗിക്കാം. ശരി, പുള്ളി പറഞ്ഞു, വായിക്കാൻ പറഞ്ഞു. ഞാൻ 4 പ്രാവശ്യം വായിച്ചു. പുള്ളി പറഞ്ഞു ശരിയായില്ല. അപ്പോൾ ഞാൻ ആ പാടെ വിളറി ഇരിക്കുകയാണ്. ഒന്നുകൂടെ പുള്ളി പറഞ്ഞു, ഒന്നുകൂടെ വായിക്കാമെന്ന് ചോദിച്ചു. ആ സമയത്ത് ഒരു നൊട്ടേഷൻ ഞാൻ വായിച്ചു. ആ നൊട്ടേഷൻ ഇപ്പോഴും വായിക്കും. 40 വർഷം കഴിഞ്ഞിട്ടാണ് ആ നൊട്ടേഷൻ ഇപ്പോഴും വായിക്കും. ആ സാധനം വായിച്ച് ആ പാട്ടിന് ചേരുന്ന രാഗത്തിൽ ഞാൻ ആ അക്ഷരം എഴുതി എടുത്ത് ആ പാട്ട് വായിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിരിയുന്നു. ഗോപിച്ചേട്ടൻ അന്നേരം പറഞ്ഞു, അതിമനോഹരമായിരിക്കുന്നു. ഒപ്പം തന്നെ തബല കെട്ടുന്ന മാസ്റ്റർ അവിടെ ഇരിക്കുക. പുള്ളിയോട് പറഞ്ഞു, ഇതൊന്ന് വായിക്കാൻ പറഞ്ഞു. അയാൾ വായിച്ച അക്ഷരം നിങ്ങളൊന്ന് വായിക്കാൻ പറഞ്ഞു. വായിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, അത് നാളെ വായിക്കാം എന്ന് പറഞ്ഞു. ഈ ഗോപിച്ചേട്ടൻ പറഞ്ഞു, ഇല്ല, ഇപ്പം തന്നെ വായിക്കണം. പുള്ളി പറഞ്ഞു, നാളെ വായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഗോപിച്ചേട്ടൻ പറഞ്ഞു, ശരിയല്ല, എനിക്കൊരു കാര്യം പറയാമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഇങ്കാശ, ഈ മനുഷ്യൻ പറഞ്ഞത് താൻ വേറെ ഒരു മാട്ട തബലിച്ചാന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഈ അക്ഷരം വായിക്കാൻ ഈ മനുഷ്യൻ പാടുന്നില്ല. ഞാൻ ആരെയും കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഈ നമ്മുടെ ഭൂമിക്ക് മുകളിൽ അനേകം തബലക്കാരുണ്ട്, അനേകം പഠിച്ച ആൾക്കാരുണ്ട്. ഓരോരുത്തരുടെ ഈ ശരീരത്തും ഓരോ നൊട്ടേഷൻ കയറ്റി വച്ചിട്ടുണ്ട്. ആരും ചെറുതല്ല, എല്ലാവരും വലുതാണ്. ആ അനുഭവത്തിൽ ഞാൻ പഠിച്ചു. ഇങ്കാച്ചൻ ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ ആരെയും ചെറുതായി കാണാൻ പാടില്ല. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും, ഞാനാ വലിയ പുള്ളി, എന്നേക്കായി വലിയ ഒരു വായനക്കാരനില്ല, അല്ലെങ്കിൽ എൻ്റെ അത്രയും പോകുന്നവരാരുമില്ല എന്നൊക്കെയുള്ള വിചാരം പലർക്കും ഉണ്ടായിരിക്കും. പക്ഷേ അത് ഓരോ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മളെക്കാൾ എത്രയോ വലിയവർ നമ്മുടെ തൊട്ടു മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് പുറകിൽ നിൽക്കുന്നു. അതൊരു വലിയ കാര്യം തന്നെയാണ്. എങ്കിലും ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. അന്ന് താങ്കൾ വായിച്ചെന്ന് പറഞ്ഞ നൊട്ടേഷൻ നമ്മൾക്കൊന്ന് കേട്ടാലോ? കേൾക്കാം.
അപ്പോൾ ഇങ്കാശൻ ചേട്ടൻ ഈ കലാജീവിതവും കുടുംബജീവിതവും അത്യാവശ്യം കൃഷിക്കാരനുമാണല്ലോ, ഇതെല്ലാം കൂടെ എങ്ങനെ യോജിപ്പിച്ച് പോകും? മുത്തുക്കുട്ടി, കുടുംബജീവിതം ഒരു ദൈവാനുഗ്രഹമാണ്. ഒപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും, ഭൂമിയിലുള്ള എല്ലാവർക്കും ദൈവാനുഗ്രഹമുണ്ട്. കുടുംബത്താമസക്കാരും കൃഷിയിലും കലയിലും ഓരോ സെക്ഷനിലും ജീവിക്കുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒപ്പം തന്നെ എനിക്ക് ഏറ്റവും ഹരമുള്ള കല തബലയാണ്. ഒപ്പം തന്നെ എനിക്ക് ഭാര്യയും 3 മക്കളും ചായനും അമ്മയുണ്ട്. ആ കാലഘട്ടത്തിൽ ഒത്തിരി സാഹസമായിരുന്നു ഇതൊന്ന് മുന്നോട്ട് ഓടിച്ചോണ്ട് പോകാൻ. അപ്പോൾ എൻ്റെ ഞരമ്പിലിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് തബലയായിരുന്നു. അപ്പം ഞാൻ ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഞ്ഞപ്പാറയിൽ അന്ന് എനിക്ക് വീട്ടിൽ ഇച്ചിരി പ്രയാസമായിരുന്നു. പുള്ളിക്കാരി എന്നെ അന്വേഷിച്ച് വന്ന് ഞാൻ എൻ്റെ സാഹചര്യം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പോഴും ഞാൻ ഡാൻസിന് പ്രാക്ടീസ് വായിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഇത് 32 ഡാൻസ് വായിക്കാനുണ്ട്. 5-6 വയസ്സുള്ള കുട്ടികളാണ് ആ ഡാൻസ് കളിക്കുന്നത്. അപ്പം എന്നെ കൂട്ടിക്കൊണ്ട് പോരാനാണ് വന്നത്. എന്നെ കുട്ടികളും 2 പേരുണ്ട്, കൂട്ടിക്കൊണ്ട് പോകാനാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം നീ പറയാൻ പറഞ്ഞു. കാരണം അവൾ ഈ പരിപാടി കാണും. ഞാനൊന്ന് പറഞ്ഞിട്ടാണ് പോന്നിരിക്കുന്നത്. ഞാനും മാത്തുക്കുട്ടികളുടെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പോവാണ്, കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടുന്ന് പ്രയാസപ്പെട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഒപ്പം തന്നെ ഇവിടെ വന്ന് സാഹചര്യം എല്ലാം അവൾ റെഡിയാക്കി. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം റെഡിയാക്കി, സാഹചര്യം നേരെയാക്കി, പ്രയാസം മാറി. അതിൽ പിന്നെ ഭാര്യ അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല. കാരണം അതൊരു ബലമാണ്. കാരണം കലാരംഗത്തുള്ളൊരു ബലം. പിന്നെ ആക്ഷേപങ്ങളും എല്ലാം ഒത്തിരി ഉണ്ട്. മേടിച്ചാൽ കൊടുക്കാനും ഒരു പ്രയാസം വരുന്ന കാലഘട്ടമാണ് കലാകാരൻ. കാരണം നമ്മുടെ അധ്യാപനാണെങ്കിലും ഒത്തിരി പ്രയാസപ്പെട്ടിട്ടുണ്ട്. കലാരംഗത്ത് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി ക്ഷീണം വരുന്നൊരു സാഹചര്യമാണ് കല. ഒപ്പം തന്നെ ഇതെല്ലാവർക്കും കൊടുക്കുകയില്ല. ഇത് കൊടുക്കണമെങ്കിൽ ഇവിടെ തന്നെ നമ്മുടെ ഈ നാട്ടിൽ തന്നെ എന്തോരം കലാകാരന്മാരുണ്ട്. കാരണം അതിനകത്ത് മദ്യമോ മറ്റൊന്നും അതിനകത്ത് ചേർക്കാൻ പറ്റത്തില്ല. കാരണം കല ദൈവികമാണ്. അപ്പം ആ പ്രയാസം എല്ലാം ഇന്നേ വരെ പ്രയാസം ഉണ്ടായെങ്കിൽ പോലും ഞാൻ 12 ഗാനമേളയ്ക്കും പങ്കെടുത്ത്, റേഡിയോ നിലയത്തിലും തിരുവനന്തപുരവും ദേവുകളോ പിന്നെ അല്ലാത്ത പൊതു സ്റ്റേജുകളിലും ഗാനമേളയ്ക്കെല്ലാം ഞാൻ പങ്കെടുത്തു. അപ്പം ആ പ്രയാസം ഉണ്ടെന്നുള്ളത് എൻ്റെ അകത്തുണ്ട്. അപ്പോഴും ദൈവത്തെ ഏൽപ്പിച്ച് പിന്നെ രണ്ടാമത് സമൂഹമാണ് നമ്മളെ കലാകാരനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ആ പ്രയാസമെല്ലാം മാറി ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോഴും പ്രയാസം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, പ്രയാസമുണ്ട്. കലാകാരന്മാർക്കെല്ലാം പ്രയാസമുണ്ട് എന്നുള്ള ഒരഭിപ്രായമാണ് എനിക്ക്. എന്താണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ സുന്ദരങ്ങളായിരുന്നു. കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും നിറഞ്ഞ ജീവിതമായിരുന്നു. കലാജീവിതത്തിൽ ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ചാണ് അദ്ദേഹം ഇത്രയും സ്ഥാനത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. തബലയിൽ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗവേഷണം, പഠനം. വളരെ സുന്ദരമായി നമ്മളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും നമ്മളോടൊപ്പം ഈ ഓണക്കാലത്ത്, ഈ ഓണസമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങളും ജീവിത അർത്ഥവും എന്താണെന്നും എല്ലാം നമ്മളെ ആരും ചെറിയവരല്ല എന്നൊരു പ്രത്യേക സന്ദേശം കൂടി തന്നുകൊണ്ട് നമ്മളെ ഉണർത്തിയ ശ്രീ ഇങ്കാശൻ ചേട്ടന് വളരെയധികം നന്ദി. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. നമസ്കാരം. നമസ്കാരം. ഗോഫറിൽ വമ്പൻ ഓഫറിൽ വമ്പൻ ഓണം. ഈ ഓണത്തിന് ഗോഫർ ഫർണിച്ചറിൽ നിന്നും 50% വിലക്കുറവിൽ ഫർണിച്ചറുകൾ വാങ്ങാം. 100-ൽ പരം ഡിസൈൻസിലുള്ള സോഫ സെറ്റുകൾ, വിവിധ തരത്തിലുള്ള ഓഫീസ് ഫർണിച്ചറുകൾ, വെറൈറ്റി കളേഴ്സിലും ഡിസൈൻസിലുമുള്ള വാർഡ്രോബുകൾ, ബെഡ്റൂം സെറ്റ് പ്ലസ് കട്ടിൽ പ്ലസ് 3 ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ, ബെഡ് സൈഡ് ബോക്സ് ബെഡ്റൂം സെറ്റ് പാക്കേജുകൾ 23,999 മുതൽ ആരംഭിക്കുന്നു. നിങ്ങളുടെ പഴയ ഫർണിച്ചർ മാറ്റി പുതിയ ഫർണിച്ചർ വാങ്ങാൻ എക്സ്ചേഞ്ച് ഓഫർ. എയറോഫിറ്റ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സിന് 40% വരെ വിലക്കുറവും. ഈ ഓണം നന്നായി ഇരുന്നോണം. ഗോഫർ ഫർണിച്ചർ, ഓപ്പോസിറ്റ് KSRTC ഡിപ്പോ, വെള്ളയാംകുടി, കട്ടപ്പന.
ഇസബൽ വെഡ്ഡിംഗ് സെന്റർ അവതരിപ്പിക്കുന്നു മെഗാ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. ഈ ഓണത്തിന് പർച്ചേസ് ചെയ്യാം കുട്ടിയുടുപ്പുകൾ മുതൽ പട്ടുസാരികൾ വരെ 50% വിലക്കുറവിൽ. സെലക്ടഡ് ഐറ്റംസുകൾ എല്ലാ ദിവസവും 2 മണി മുതൽ 3 മണി വരെ വെറും 50 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഡ്രസ് മെറ്റീരിയൽസ്, കുർത്തി, സൽവാർ, സാരി, കിഡ്സ് ടോപ്പ്, ജീൻസ്, ഷർട്ട് എന്നിങ്ങനെ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള തുണിത്തരങ്ങൾക്ക് പകുതി വില മാത്രം. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. ഇസബൽ വെഡ്ഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇസബൽ വെഡ്ഡിംഗ് സെന്റർ, നെടുങ്കണ്ടം. പകരം വയ്ക്കാനാവാത്ത പരിശുദ്ധി. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം.